ബി.ജെ.പി. സ്വാധീനമുള്ള പാലക്കാട് നഗരസഭയിൽ കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് കൂട്ടാൻ ഷാഫി പറമ്പിലിന് കഴിഞ്ഞു. LDF ഭരിക്കുന്ന മാത്തൂർ, കണ്ണാടി പഞ്ചായത്തുകളിലും ഇത്തവണ ഷാഫി മുന്നിലെത്തി. നഗരസഭയിൽപ്പെട്ട അഗ്രഹാരത്തിലെ വോട്ടുകൾ ഷാഫി പറമ്പിലിനും ശോഭയ്ക്കുമായി വിഭജിക്കപ്പെട്ടു. നഗരസഭയ്ക്ക് കീഴിലെ 82 ബൂത്തുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ 10,000-ഓളം വോട്ടിന് പിന്നിലായിരുന്നു NN കൃഷ്ണദാസ്. UDF സ്വാധീനമുള്ള പിരായിരി പഞ്ചായത്തിലും വലിയ ആധിപത്യം ഷാഫി നിലനിർത്തി. ന്യൂനപക്ഷ വോട്ടുകൾ ഇത്തവണ ഷാഫി പറമ്പിലിന് വേണ്ടി കേന്ദ്രീകരിക്കപ്പെട്ടു. കഴിഞ്ഞ തവണ 7,403 ആയിരുന്നു ഷാഫിയുടെ ഭൂരിപക്ഷമെങ്കിൽ ഇത്തവണ അത് 17,483 വോട്ടുകളായി. BJP-യിലെ പ്രാദേശിക അഭിപ്രായ ഭിന്നതകൾ തുടക്കത്തിൽ മറനീക്കി പുറത്തു വന്നെങ്കിലും രണ്ടാം സ്ഥാനത്തെത്താൻ ശോഭയ്ക്കു കഴിഞ്ഞു. തൃത്താലയിൽ കടുത്ത വെല്ലുവിളിയായിരുന്നു ഇത്തവണ VT ബൽറാം നേരിട്ടത്. എന്നിട്ടും കഴിഞ്ഞ തവണത്തെ 3,197 എന്ന ഭൂരിപക്ഷം ബൽറാം 10,547 വോട്ടിലെത്തിച്ചു. പ്രതീക്ഷ പോലെ ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കാൻ ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞില്ല. ബൽറാമിന് കഴിഞ്ഞ വട്ടം അനുകൂലമായ നായർ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാൻ BJP കഴിയുമെന്നായിരുന്നു നേരത്തെയുള്ള വിലയിരുത്തലുകൾ. എന്നാൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നേടിയ അത്ര പോലും വോട്ട് നേടാൻ NDA സ്ഥാനാർത്ഥി കഴിഞ്ഞില്ല എന്നത് ശ്രദ്ധേയമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും 7,000-ഓളം വോട്ടിന് മുന്നിലെത്താൻ LDF-ന് കഴിഞ്ഞിരുന്നെങ്കിലും നിയമസഭാ പോരാട്ടത്തിൽ ഇടതുമുന്നണിയുടെ വോട്ടുകളിൽ ചോർച്ചയുണ്ടാക്കാൻ ബൽറാമിന് കഴിഞ്ഞു എന്നും കണക്കുകൾ തെളിയിക്കുന്നു. KM ബിജു, മീഡിയ 1, പാലക്കാട്.